ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപോലെ നമ്മളിതൊരു കിടിലൻ യാത്ര പോവാണ്. മേട്ടുപ്പാളയം ടു ഊട്ടി ട്രെയിനിൽ യാത്ര. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം ഊട്ടി ടോയ് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാറിലും ബൈക്കിലും വരികയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. വാൻ പാർക്കിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസാണ്. മേട്ടുപ്പാളയം സ്റ്റേഷനിലെത്തി. ഇതേ നമ്മുടെ സ്റ്റീം എഞ്ചിൻ അവിടെ കിടക്കുന്നുണ്ട്. ബോഗികളൊക്കെ അവിടെയാണ്. അപ്പോൾ അതേ മേട്ടുപ്പാളയം സ്റ്റേഷൻ, നമുക്ക് പോകേണ്ട ട്രെയിന് അവിടെ കിടക്കുന്നുണ്ട്. മേട്ടുപ്പാളയം ഇത് റെയിൽവേ മ്യൂസിയമാണ് കേട്ടോ. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ കയറാം. ഇതാണ് സ്റ്റീം ലോക്കോ ഷെഡ്. ഇഷ്ടംപോലെ ബോഗികളും കാര്യങ്ങളെല്ലാം ആ ഭാഗത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് കയറാം. അല്ലാത്തവർക്ക് പാക്ക്ഡ് ഫുഡ്സ് എന്തെങ്കിലും കൊണ്ടുവരാം. പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക. ഊട്ടിയിൽ പ്ലാസ്റ്റിക് കവറുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. 06-136 06-137 മേട്ടുപ്പാളയം ടു ഊട്ടി. അതേ നമ്മുടെ എൻജിൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1908 ഈ റെയിൽവേ സ്ഥാപിതമായത്. ഏകദേശം 46 കിലോമീറ്ററാണ് മേട്ടുപ്പാളയം ടു ഊട്ടി. നമ്മൾ പോകുന്ന വഴി 16 ടണൽ, 250 ബ്രിഡ്ജ്, അതുപോലെ തന്നെ 208 വളവുകൾ, ഇതെല്ലാം തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സ് കാറ്റഗറിയിലുള്ള ഒരു ലോക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ പാളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ഇവിടെ നോർമൽ പാളമാണ്. പാളത്തിൻ്റെ ഒരു പ്രത്യേകത വരുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹില്ല് കയറുമ്പോൾ ഇത് പുഷ് ചെയ്തിട്ടാണ് പോകുന്നത്. ബാക്കിലാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. സമൂഹത്തിൽ 4 ബോഗികളാണ് വരുന്നത്. ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ്, 2 സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ്, ഒരു ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ മൊത്തം 4 ബോഗികളാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബോഗി. ഫസ്റ്റ് ക്ലാസ്സിന് ഏകദേശം 600 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. സെക്കൻഡ് ക്ലാസ്സിന് 295. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ബോഗി എന്ന് പറയുന്നത്. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് നല്ല കുഷ്യൻ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ സെക്കൻഡ് ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ സെക്കൻഡ് ക്ലാസ്സിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എപ്പോഴും ഉണ്ടാവും. ഇതാണ് ബോഗി വരുന്നത്. അപ്പോൾ ഓരോ ബോഗിക്ക് അനുസരിച്ചായിരിക്കും അന്നത്തെ ടിക്കറ്റിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ 22 അങ്ങനെ ഓരോ ബോഗികൾക്കനുസരിച്ചിട്ടായിരിക്കും ജനറൽ ടിക്കറ്റ്. അപ്പോൾ ജനറൽ ടിക്കറ്റ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ സ്റ്റേഷനിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്ലാസ് ബോഗി. നമ്മുടെ വരുന്നത് 10-9 ആണ്. ഇത് രണ്ടിൻ്റെയും നടുവിൽ പെട്ടു. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്ലാസ്. കംപ്ലീറ്റ് ലഗേജാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഏതെങ്കിലും സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. TTRോട് സംസാരിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. അവിടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും. ഞങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വരാം. പക്ഷേ ഇതായിരിക്കും കണ്ടീഷൻ. ഒത്തിരി നോർത്തിൽ നിന്നുള്ള ആൾക്കാർ ലഗേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കല്ലാന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മൾ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകും. അതിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ്, ഫുള്ള് വലിയ ലഗേജും കൊണ്ട് വെച്ചിട്ട് നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേര് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. നോക്കട്ടെ, ഇവിടത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ സീറ്റിംഗ് അവിടെ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് കയറി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ് സീറ്റ്. അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. സൂപ്പറായിട്ട് എല്ലാ കാഴ്ചകളും കാണാം. ഇതാണ് സെക്കൻഡ് ക്ലാസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ബ്രേക്കിംഗ് സിസ്റ്റം. ഇതാണ് ആ ബ്രേക്കിംഗ്. ഞാൻ അടുത്ത സ്റ്റേഷനിൽ കാണിച്ചത്. നമ്മളങ്ങനെ ഹില്ലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ട്രാക്കിലോട്ട് നമ്മൾ കയറി. ഇവിടെ ഒരു കേവ് വരുന്നുണ്ട്. അപ്പോൾ ഈ കേവിനകത്ത് നമുക്ക് ആ എൻജിൻ ഇങ്ങനെ സ്റ്റീം എൻജിൻ ഇങ്ങനെ പുകയുന്നത് കാണാൻ പറ്റും. ട്രെയിനിങ് ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേളിൽ ഊട്ടി മലനിരകളൊക്കെ നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് കാണാം. നമ്മുടെ എൻജിനവിടെ ചൂളം വെച്ച് വരുന്നു. ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഈ കാട്ടിനിടയിലൂടെ ആ സ്റ്റീം എൻജിൻ ഒരു പാടം, ആദ്യത്തെ പാടം, രണ്ടാമത്തെ പാടം. അവിടെ സ്റ്റീം എൻജിനുണ്ട്. പോയി വിളിച്ചുകൊണ്ട് ദൂരത്തുനിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണത്. നമ്മളിതേ ഒരു അടുത്തൊരു ടണൽ വരുന്നുണ്ടോ എന്നൊരു സംശയം. കുറച്ചുകൂടെ ഡാർക്കായി. അതേ നമ്മൾ സ്ക്രീനിൽ ഈ ഡാർക്കിലൂടെ ആ വെളിച്ചത്തെ ആ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ അടുത്ത ഇതിലൂടെ വെള്ളം ഒഴുകുന്നില്ല. സൂര്യ വെളിച്ചത്തിൽ ആ എഞ്ചിനിങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഞാൻ പറയുന്നത് എത്രത്തോളം ആൾക്കാർക്ക് ക്ലിയർ ആവുമെന്നറിയില്ല. കാര്യം ഇവിടെ അത്യാവശ്യം നോയ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ മല നിന്നിട്ട് ട്രാക്ക് നിർമ്മിച്ചതുകൊണ്ട് കുറേ സ്ഥലത്ത് നമ്മുടെ ബോഡിയുടെ തൊട്ടടുത്ത് വരെ പാറക്കല്ല് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൈയൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് വേണം കൈയും തലയൊക്കെ പുറത്തിടാൻ. ഇത് അടുത്തതും അതുപോലത്തെ ഒരു സെക്ഷനാണ് നമുക്ക് വരാൻ പോകുന്നത്. കണ്ടോ, അതുപോലെ പാറ വെട്ടിത്തെറിഞ്ഞുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഈ കൂർത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. കറക്റ്റായിട്ട് ബോഗിയുടെ ഒരു അളവിൽ കണ്ടോ. ഇവിടെയൊക്കെ പാറ ഇങ്ങനെ തള്ളി നിൽക്കുന്നതാണ്. അതായിട്ട് നമ്മൾ സൂക്ഷിച്ച് ട്രെയിനിങ് ഇങ്ങനെ വളഞ്ഞു വരുന്നതാണ് എന്തൊരു ഭംഗി. ഓരോ ഇതിലേറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാൻ ഏറ്റവും ഭംഗി. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആ രാവിലത്തെ ആ സൺലൈറ്റിനകത്ത് ഇങ്ങനെ ആ സ്റ്റീം പോകുന്നതാണ് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തുരങ്കം വന്നിരിക്കും കേട്ടോ. ആദ്യത്തെ തുരങ്കം അടിപൊളി. ആ ട്രെയിനിൻ്റെ വെളിച്ചം മാത്രം, ബോയ്ക്കകത്തുള്ള വെളിച്ചം മാത്രം. ഇങ്ങനെ ആ ട്രെയിനിൽ ആ തുരങ്കം കഴിഞ്ഞ് നമ്മളിതേ ഒരു കിടിലൻ വളവിലോട്ടാട്ടോ പോകുന്നത്. ഒരു നല്ല വിഷ്വൽ കിട്ടും. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പാലമാണ് കേട്ടോ. ഇവിടെ ട്രെയിൻ വരുന്നതാണ് ഭയങ്കര ഭംഗി. താഴത്ത് നല്ല ആഴത്തിൽ ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ട്രെയിനിങ് ഇങ്ങനെ വരുന്നത് എന്തൊരു കിടിലൻ വിഷ്വലാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ മേളിലെത്താനാകുമ്പോൾ ഇതുപോലെ വേറൊരു ബ്രിഡ്ജ് കൂടെ ഉണ്ട്. അവിടെയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വ്യൂ. ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ അടുത്തൊരു
കേവിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഈ കേവിലോട്ടോ ഈ ട്രെയിനിൻ്റെ ഭംഗി നമുക്ക് മാക്സിമം അറിയാൻ സാധിക്കുന്നത്. കേവിലിങ്ങനെ വളഞ്ഞു വരുന്ന സമയത്ത് ഭയങ്കര ഭംഗി അതിനെ കാണാൻ. ആ സ്റ്റീം ഇങ്ങനെ പുറത്തു പോകുന്നതും ട്രെയിൻ ഇങ്ങനെ വളയുന്നതും കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ കയറ്റം കയറി അങ്ങനെ നമ്മൾ അടുത്ത തുരങ്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സൈഡ് വേറെ കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു തുരങ്കമായിരുന്നു. നമ്മളിനി വലിയ വലിയ തുരങ്കത്തിലൂടെ പോകുന്നുണ്ട്. തുരങ്കം, ഈ സൈഡിലെ കാഴ്ചകൾ, വളവ് തിരിയുമ്പോഴുള്ള ട്രെയിനിൻ്റെ ഭംഗി, ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ കുരങ്ങ് വരും, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗ്ലാസും അടയ്ക്കാൻ പറഞ്ഞു. നമ്മളെല്ലാ ഗ്ലാസും അടച്ചിരിക്കും. ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ട്. നമ്മുടെ മുന്നിലൊരു വലിയ ടണലാട്ടോ. അപ്പോൾ ഇവിടെ അവിടെ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി നിർത്തിയേക്കണം. വ്യൂ പോയിൻ്റ് കാണാനല്ല, വെള്ളം നിറയ്ക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇതാണ് ആ വ്യൂ. നമുക്ക് ഈ വ്യൂവിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഇങ്ങനെ ട്രെയിന് വെള്ളം നിറയ്ക്കുന്നതാണ്. ഇത് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഏകദേശം 4500 ലിറ്ററോ അതിന് മുകളിലാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി. ഇവിടെ വൈൽഡ് അനിമൽസ് വരുന്ന സ്ഥലമാണ്. ആനപ്പിണ്ടമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷനിൽ വെള്ളം റീഫിൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ആവി എഞ്ചിനായതുകൊണ്ട് ചില സ്റ്റേഷനിൽ വരെ ഇങ്ങനെ വെള്ളം നിറച്ച് അവിടെ ഒരു ചേട്ടൻ ലൂബ്രിക്കേറ്റ് ചെയ്യാണ്. എല്ലാ സ്റ്റേഷനിലും മെയിൻറ്റെയിൻ ചെയ്ത് പക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫോൾട്ട് പോലും ഇല്ലാതെയാണ് അവരെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു എക്സ് കാറ്റഗറിയിലുള്ള ലോക്കോ ആണെന്ന്. X3739 അതാണ് ഈ ലോക്കോൻ്റെ നമ്പർ. ഈ ക്യാബിനകത്ത് കുരങ്ങൻ കയറി കുരങ്ങന്മാർ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ പോകുന്നു. വല്ലാത്തൊരു എൻജിനീയറിങ് തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ കുരങ്ങൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഓടുന്നു. താഴത്തെ ഒരാളുണ്ട്, എന്താ കിട്ടുക എന്ന് പറഞ്ഞവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും കണ്ട അപ്പം തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മൾ സേഫായിട്ട് ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻ്റിൽ നിന്ന് വലിയ ടണലിലോട്ട് കയറിയിട്ടോ. ഇതിനകത്ത് ഭയങ്കര നോയ്സ് ആയിരിക്കും. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ടണലാണ്. ഇതിനകത്ത് ഈ ബോഗിക്കകത്തുള്ള ട്രെയിനിൻ്റെ വെളിച്ചം മാത്രമേ കാണാൻ പറ്റൂ. ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. എല്ലാവരും ഭൂമി നിലവിളിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളാ തുരങ്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വീണ്ടും വളവുകളും തിരിവുകളും ഭംഗിയായിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രെയിൻ യാത്ര തന്നെയാണ്. നോർമൽ ട്രെയിൻ യാത്ര അല്ല. നമുക്ക് സൗത്ത് സൈഡിലുള്ളവർക്ക് ഏറ്റവും അഫോർഡബിളായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് മൗണ്ടൻ റെയിൽവേ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അല്ലെങ്കിൽ നമ്മൾ ഡാർജിലിങ്ങിലൊക്കെ പോയിട്ട് ആസ്വദിക്കേണ്ടി വരും. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഊട്ടിയിൽ വരുന്നതാണ്. ടിക്കറ്റ് കിട്ടാൻ മാത്രമാണ് കുറച്ച് പാട്. പക്ഷേ നമുക്ക് തത്കാലം ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് നിറയുണ്ട്. നമ്മളത് അടുത്ത തുരങ്കത്തിലോട്ട് കയറി. അവിടെ ദൂരെ നിങ്ങൾക്ക് റോഡ് കാണാൻ പറ്റും. അതാണ് ഊട്ടിയിലോട്ടുള്ള റോഡ്. നമ്മൾ നേരത്തെ കാണിച്ച അതേ റോഡിൻ്റെ ബാക്കി. വല്ലാത്തൊരു യാത്ര തന്നെ കേട്ടോ ഇത്. പേടിപ്പിക്കുന്ന തരത്തിലൊന്നുമില്ല. പക്ഷേ നമ്മളെ ഓരോ വളവുകളും ഓരോ തിരിവുകളും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അടുത്തത് എന്താണ്, അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ വിഷ്വൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ആലോചിച്ച് നോക്കിക്കുക. ഇതുപോലുള്ള മലകളൊക്കെ വെട്ടി തുറന്നിട്ട് ഒരു
ഹില്ലിലോട്ടുള്ളൊരു ട്രെയിൻ യാത്ര. നോർമൽ ട്രെയിൻ യാത്ര നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഹില്ലിലോട്ടുള്ളൊരു ട്രെയിൻ യാത്ര. ദൂരിങ്ങനെ അവിടെ ആ റോഡ് കാണാം, അവിടെ വലിയ മലകളും കാര്യങ്ങളെല്ലാം. നിങ്ങൾ മേട്ടുപ്പാളത്തിൽ നിന്ന് കയറുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചോദിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കോച്ചിൽ ഒഴിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ കോച്ചിനകത്ത് ആരുമില്ല, ടിക്കർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മേട്ടുപ്പാളയം ടു കൂനൂർ ഏകദേശം 260 ആ റേഞ്ചിലായിരിക്കും എക്സ്ട്രാ ക്യാഷ് വരുന്നത് അപ്ഗ്രേഡ് ചെയ്യാൻ. മേട്ടുപ്പാളയം ടു ഊട്ടി 340 രൂപ. അപ്പോൾ അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാട്ടോ. അത് നിങ്ങൾക്ക് സീറ്റ് ഒഴിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഇത്ര ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇതിനകത്ത് വേറെ ആരുമില്ല. ഈ ഒരു 2 സീറ്റിനകത്ത് നമ്മൾ 3 പേരുള്ളൂ. ശരിക്കും ടിക്കർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേരുള്ളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം മറ്റേ കോച്ച് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര നോയ്സ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ഒരു ട്രെയിൻ റൈഡ് എൻജോയ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇതിലും കുറച്ച് നോയ്സിയാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി അതിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു എന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരാം. നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു 360 ഡിഗ്രിയിലെ കാഴ്ചകൾ കാണാം. പൈതൃക ട്രെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ റൂഫ് കാര്യങ്ങളെല്ലാം മരത്തടിയിൽ നിർമ്മിച്ചാട്ടോ. ചെറിയ ചെറിയ കൊത്തുപണികൾ പോലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. ഇവിടെ പൂക്കളുടെ ഒരു കട്ടിങ്, പിന്നെ അതുപോലെ തന്നെ മേളിൽ കംപ്ലീറ്റ് പ്ലൈവുഡ് ആണെന്ന് തോന്നുന്നു. ഇത് ത്രോട്ട് മൊത്തം അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഓരോ കൂപ്പ വരുന്നത്. ഒരു സീറ്റിനകത്ത് 4 പേർക്കായിരിക്കും ഇരിക്കാൻ പറ്റുന്നത്. ചുറ്റും ഗ്ലാസ് ആയതുകൊണ്ട് വിഷ്വൽസൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഹിൽ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ നിർത്തി ട്രെയിന്. അപ്പോൾ ഇവിടെ സ്നാക്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ലൈറ്റായിട്ട് ചായയോ സ്നാക്സോ എന്തെങ്കിലും കഴിക്കേണ്ടവർക്ക് ഇവിടെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ലേഡീസിനും ജെൻസിനും എല്ലാം അങ്ങോട്ട് പോകാം. പിന്നെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നുണ്ടോ, ഇതാണ് പില്യൻ. ഇതിനടിയിൽ ഒരു റാക്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഭയങ്കര അസിൻക്രണസ് ആയിട്ട് ഇട്ടേക്കുന്നൊരു റെയില് പോലെയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ടീത്തും അതുപോലെ തന്നെ പില്യൻ്റെ ടീത്തും കറക്റ്റായിട്ട് പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നീങ്ങുന്നത്. അപ്പോൾ ഇവർ വളരെ സൂക്ഷിച്ചാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. കാര്യം ഒരു ടീത്തിൻ്റെ ഉള്ളിൽ മറ്റേതിൻ്റെ ടീത്ത് പെട്ടാൽ മാത്രമേ നമുക്ക് ബ്രേക്കിംഗ് കറക്റ്റായിട്ട് അവൈലബിൾ ആവുള്ളൂ. ഇവിടെ 2 ടൈപ്പ് ബ്രേക്കിംഗ് ഉണ്ട്. ഈ റെഡ് എന്ന് പറയുന്നത് വീലിൻ്റെ ബ്രേക്കിംഗ് ആണ്. അത് ഓരോ ബോഗിക്ക് ഓരോ വീലുണ്ട്, ആ വീലിൻ്റെ ബ്രേക്കിംഗ് ആണ്. ആ യെല്ലോ എന്ന് പറയുന്നത് ഈ റാക്കിൻ്റെ ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് ബ്രേക്കിംഗ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹില്ലാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ഈ ട്രെയിന് സ്ലിപ്പായിട്ട് ഒരിക്കലും പുറകെ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പുറകെ വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. എല്ലാവരും വന്ന് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകും, പക്ഷേ അതിൻ്റെ ടെക്നിക്കാലിറ്റി എത്രത്തോളം ആൾക്കാർ അറിഞ്ഞു വെക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ അടിഭാഗം കാണിച്ചുതരാം, പില്ലിൻ റാക്ക് ഞാൻ കാണിച്ചുതരാം. ഈ പല്ലിൻ്റെ ഇടയിൽ റാക്കിൻ്റെ പല്ല് കറക്റ്റായിട്ട് പെടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ ഇവർ വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളത്. കാര്യം ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. അപ്പോൾ അത്രയും സൂക്ഷിച്ചാണ് ഈ ട്രെയിന് പോകുന്നത്. ഇതാണ് അൺറിസർവ്ഡ് കോച്ച്. അപ്പോൾ എല്ലാ ദിവസവും അൺറിസർവ്ഡ് കോച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസം അനുസരിച്ചിട്ടായിരിക്കും ഈ ടിക്കറ്റുകളുടെ എണ്ണം. ചിലപ്പോൾ 24 ആവും, ചിലപ്പോൾ 28 ആവാം, അല്ലെങ്കിൽ 2 ബോഗികൾ വരുമ്പോൾ 40 ആവും. അപ്പോൾ ബോഗിയുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു അൺറിസർവ്ഡ് ബോഗി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മേട്ടുപ്പാളയം സ്റ്റേഷനിൽ വരിക. വളരെ നേരത്തെ വരണം. ടിക്കറ്റ് പെട്ടെന്ന് ചുട്ട പപ്പടം പോലെ ഇങ്ങനെ വിറ്റ് പോകും. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസർവ് ചെയ്യാതെ ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എൻജിൻ ഇങ്ങനെ അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇളം വെയിലിൽ ആ എൻജിൻ കാണാൻ ഭയങ്കര ഭംഗിയാണ്, വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. നീലഗിരി ക്വീൻ എഴുതിയ ഒരു ബ്ലൂ കളറിലുള്ള ഒരു പെയിൻറ്റ് സ്കീമും ഫ്രണ്ടിൽ
ഒരു സ്റ്റാറിൻ്റെ എംബ്ലം. വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ എൻജിൻ. ഈ എൻജിൻ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്നാലും നമുക്ക് മടുക്കില്ല. അത്രയും വല്ലാത്തൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ എൻജിൻ. അങ്ങനെ ഹിൽഗ്രൂവ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. നല്ല കാറ്റോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റാക്കിൽ പില്ലിന് കറക്റ്റായിട്ട് പെടണം. അതുകൊണ്ട് ട്രെയിന് വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, വളരെ സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ പോകുന്നത്. പിന്നെ കയറ്റം കൂടിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഈ സൈഡ് മലയാണ്. അപ്പോൾ ഇതേ വെള്ളച്ചാട്ടം പറഞ്ഞ് നമ്മൾ വായിലിട്ട് ഇതേ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടവും ഈ ട്രെയിനും വല്ലാത്ത കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ. ഇവിടെ ഒരു ഗുഹ വരുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു ഗുഹയാണ്. നമ്മളൊരു ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന രീതിക്കുള്ള ഗുഹയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ ഗുഹ കഴിഞ്ഞ് കാണുന്നൊരു വ്യൂ, അതൊരു കിടിലൻ വ്യൂ ആണ്. നിങ്ങൾ ആ വ്യൂ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്. താഴത്തൂടെ റോഡ് കാണാം. നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്നത്. അവിടെ റോഡ്, വണ്ടികൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്നു. ഹെയർ പിന്ന് ബെൻഡുകൾ, അവിടെ റോഡുകൾ കാണാം. ചെറിയൊരു പൊടിമഞ്ഞുണ്ട് കേട്ടോ. ഈ കാറുകൾ പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് ഒരു ന്യൂട്ടായിട്ടുള്ള വാട്ടർഫോൾ. ഇവിടെ നമുക്ക് റോഡ് കാണാൻ പറ്റും. ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ മേളിലൂടെയാണ് റോഡ് തിരിഞ്ഞിട്ട് പോകുന്നത്. മേളിലൊരു പാലമുണ്ട്. തണൽ കഴിഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ഊട്ടിയുടെ തനതായ ആ തേയിലത്തോട്ടങ്ങളിലെ താഴെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇങ്ങനെ ദൂരത്ത് നീണ്ടു നിൽക്കുന്ന മലകളും തേയിലത്തോട്ടങ്ങളും അതിൻ്റെ മേലുള്ള ലയങ്ങളും ആ വാഗമരങ്ങളും, വാഗമാണോ എനിക്ക് അറിയില്ല, ആ വാഗമരങ്ങളും എന്തൊരു ഭംഗിയാണ്. അതും ഈ ഇളം വെയിലെന്ന് തന്നെ പറയാം. ഇവിടെ അധികം കട്ടിക്ക് വെയിൽ വന്നിട്ടില്ല. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റണ്ണിമേഡിൽ ഇറങ്ങി. അവിടെ ഒരു കിടിലൻ വാട്ടർഫോൾ കേട്ടോ. ആ വാട്ടർഫോൾ കാണിച്ചത്. അപ്പോൾ ഇതാണ് ആ വാട്ടർഫോൾ. ഇത് ചുറ്റും ആ തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതാണ്. എന്തൊരു ഭംഗി. വെള്ളം അത്യാവശ്യം കലങ്ങിയിട്ടാണ് ഒഴുകുന്നത്. ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ കലങ്ങിയ വെള്ളമാണ് ഇങ്ങനെ ഒഴുകാൻ സാധിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഈ തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നമ്മുടെ ട്രെയിൻ അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആവി പുറത്തോട്ട് വിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ട്രെയിനിലൊരു വിഷ്വൽസ് എടുക്കാം. അത്യാവശ്യം കലങ്ങിയ വെള്ളമാണ്, മഴയുള്ളതുകൊണ്ട്. അതിൻ്റെ സൈഡ് വീടുകൾ കാര്യങ്ങളെല്ലാം കാണും. റോഡ് മേളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ട്, അത് ഇട്ടേക്കാം. അങ്ങനെ ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് അപ്പോൾ കാണുന്നൊരു കിടിലൻ കാഴ്ച. താഴത്തെ വെള്ളച്ചാട്ടം, വിദൂരതയിൽ നമ്മുടെ എൻജിൻ. ഇനി അത്യാവശ്യം നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ടൗൺ ഏരിയ അല്ല, ആൾത്താമസമുള്ള ഏരിയയിലൂടെയാണ് പോകുന്നത്. അവിടെ സൈഡ് മൊത്തം തേയിലത്തോട്ടങ്ങൾ കാണാം.
അങ്ങനെ ടീ എസ്റ്റേറ്റിനിടയിലൂടെയായി നമ്മുടെ ട്രെയിൻ യാത്ര. ചുറ്റും സൈഡിൽ നിറയെ പൂക്കൾ, ചായത്തോട്ടങ്ങൾ. അതിനിടയിലൂടെ ട്രെയിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ തണലുകൾ വരും, വീടുകൾ വരും. ഇതൊരു കിടിലൻ പാലാട്ടോ. ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക ഊട്ടി ടോയ് ട്രെയിനിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കാണുന്നത്. ഈ താഴത്ത് ഇത്രയും മഞ്ഞ പൂക്കളും ഈ തേയിലത്തോട്ടം ബാക്ക്ഗ്രൗണ്ടും ഇതിനിടയിലൂടെ ആ ടോയ് ട്രെയിനുമാണ് വരുന്നതാണ്. വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ മിക്ക യൂട്യൂബ് തമ്മിലും കണ്ടിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും ഇവിടെ നിന്നുള്ളത്. ഇതൊരു വല്ലാത്ത വ്യൂ തന്നെയാണ്. ഇത് നമ്മൾ അടുത്ത ടണലിനുള്ളിൽ കയറി. ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള ടണലാണ്. ഒരു വളവാണ്. അങ്ങനെ പൈൻ ട്രീസിൻ്റെ ഇടയിലൂടെ നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം കൂനൂരെത്താറായി. ഈ മേളിലൂടെ പോകുന്ന റോഡാണ്. അവിടെ സൈൻ ബോർഡുകളെല്ലാം കാണും. മണ്ണും കല്ലൊക്കെ ഇടിഞ്ഞ് വീണേക്കുന്നത്. ഞാൻ പോകുന്നത് ഡിസംബർ 2nd വീക്കാണ്. ഡിസംബർ 1st വീക്ക് കുറച്ച് ദിവസം ട്രെയിന് ക്യാൻസലായിരുന്നു. ഇവിടുത്തെ മഴയും മണ്ണിടിച്ചിലും ഒക്കെ കാരണം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളത്തിലൊരു കുറച്ച് ഇപ്പോൾ കാണിച്ച പോലെ കുറച്ച് കല്ലുകൾ വീണ് കഴിഞ്ഞാലും ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു റെയിൽവേ ലൈനാണ്. അതുകൊണ്ട് ഭയങ്കര സേഫ്റ്റി എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ട്രെയിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്താം. ഈ സൈഡ് മൊത്തം പൈൻ ട്രീസ്. ആ മുകളിലൂടെ റോഡാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ കൂനൂർ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലോക്കോ മാറി ഡീസൽ ലോക്കോ ആയിരിക്കും ഊട്ടിയിലോട്ട് ഉണ്ടാവുന്നത്. കൂനൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് വലിയ ഹില്ലേരിയ, അതായത് ട്രാക്ക് ഇട്ടേക്കുന്ന വലിയ ഹില്ലേരിയ അല്ലാത്തതുകൊണ്ട് അവിടെ ഡീസലായിരിക്കും യൂസ് ചെയ്യുന്നത്. സ്റ്റീം എൻജിൻ മേട്ടുപ്പാളയം ടു കൂനൂർ വരെ മാത്രമായിരിക്കും. റോഡിന് പാരലായിട്ട് പൈൻ ട്രീസിനൊക്കെ പാരലായിട്ട് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിന് പോകാനായിട്ട് ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. നമ്മളിപ്പോൾ കൂനൂർ സ്റ്റേഷനിലോട്ട് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെയാണ് കൂനൂർ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ റെയിൽവേ ട്രാക്കെല്ലാം ഇവിടെ എല്ലാവരും ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. ഇത് കൂനൂർ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് ട്രെയിനിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഊട്ടി വരെ. അപ്പോൾ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനെത്തി. സമയം ഇപ്പോൾ 10:26. 10:40 വരെ ട്രെയിൻ ഇവിടെ ഉണ്ടാവും. ആ ബാക്കിൽ കാണുന്ന ലോക്കോ മാറ്റിയിട്ട് ഡീസൽ ലോക്കോ അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്കിനി ഡീസൽ ലോക്കോ മാറ്റുന്നത് നോക്കാം. എനിക്ക് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണ്. കൂനൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് 2 ട്രെയിൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡീസലായതുകൊണ്ട് 2 ട്രെയിൻ ഉണ്ടാവും. ഇനി അവിടെ നമ്മുടെ സ്റ്റീം ഡിറ്റാച്ച് ചെയ്തു. ഇനി അടുത്ത ഡീസലാണ്. നമ്മുടെ ഡീസൽ ലോക്കോ ഒരു കോച്ചും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിവിടെ അറ്റാച്ച് ചെയ്യും. ആ ബാക്കിലുള്ളതാണ് ഡീസൽ ലോക്കോ. ഓൾറെഡി അതൊരു കോച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ തോന്നുന്നു അതും ഉൾഭാഗം കണ്ടിട്ടൊരു
കോച്ച് അറ്റാച്ച് ചെയ്തിരിക്കണം. ഞാൻ അവിടെ നടന്നു വരുമ്പോഴാണ് ഇവിടെ ഒരു കോച്ച് ഉണ്ട്. ഇത് പഴയ ഒരു കോച്ചാട്ടോ. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത്. ഇവിടെ എവിടെയും വർഷം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ വീടുകളിലെ കഥകളൊക്കെ ഉള്ളതുപോലെ ആ ഒരു ലുക്കിലുള്ള ഭയങ്കര എന്താ പറയുക, ഒരു പഴമ നിലനിർത്തുന്ന ഒരു തരം കോച്ച്. പഴയ കോച്ചാണ്. ഇത് പുതിയ കോച്ചാട്ടോ. നമ്മളിപ്പോൾ വന്നത് പുതിയ കോച്ചാണ്. 2009 നിർമ്മിച്ച കോച്ചാണ്. നമ്മളങ്ങനെ കൂനൂരിനോട് വിട പറയുകയാണ്. ഇനി നേരെ ഊട്ടി. ഇവിടെ നല്ല മരത്തിന് നല്ല ചുവന്ന പൂക്കൾ പൂത്ത് അതിനിടയിലൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഒരു ചേച്ചി ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഗ്രീൻ ഫ്ലാഗ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ എടുത്തു. ഇനി നമ്മൾ നേരെ ഊട്ടി അഥവാ ഉദകമണ്ഡലം. ഇനി നമ്മൾ സ്വന്തം ട്രാക്കിലൂടെയാണ് പോകുന്നത്. ഇത്ര നേരം ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു വിസിലിംഗ് ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ലൗഡായിട്ടുള്ള ഹോണായി. ആ ലോക്കോ മാറിയതിനൊരു ഡിഫറൻസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡീസൽ ലോക്കോയും വെച്ച് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനൊരു അരമണിക്കൂറിൽ ഊട്ടി എത്തും, പെട്ടെന്നെത്തും. ഊട്ടിയിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളായിരിക്കില്ല. ഫുള്ള് വീടുകൾ, റോഡുകൾ, അങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും കാണുന്നത്. ഒരുപാട് മലയാളികൾ ഈ ട്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചതാണ്. ഓരോന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കാണിച്ചില്ല. അങ്ങനെ നമുക്ക് ദൂരെ നല്ല തട്ടായിട്ടുള്ള വീടുകൾ കാണാൻ പറ്റും. ഇതിനിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. ആ എൻജിൻ ഈ എൻജിൻ മാറ്റിയപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിൽ നല്ല പോലെ മാറ്റം അനുഭവിക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ വലിയ കുലുക്കം ഇളക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ നോർമൽ ട്രെയിനിൽ കയറുന്ന പോലെ ആ കുലുക്കും ഇളക്കവും ആ ട്രാക്കിൻ്റെ സൗണ്ടും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങൾ ദൂരെ പരന്ന് നിൽക്കുന്ന ടൗണ്, ആ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നിൽക്കുന്ന വീടുകൾ, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കിടലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഡീസൽ നോക്കുന്നത് അവിടെ പുഷ് ചെയ്തുകൊണ്ട് വരികയാണ്. സൗണ്ട് എൻ്റെ വോയിസിന് എനിക്ക് എത്രത്തോളം ഓഡിബിളാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു വല്ലാത്ത ഫ്രെയിം തന്നെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലോക്കോ കാണിച്ചു തരാം. താഴെ എമറാൾഡ് വാലി കാണാം. ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. അത് നോക്കിയപ്പോൾ കണ്ടതാണ്. നല്ല നെടുനീളെ പോയിട്ടുള്ള യൂക്കാലിപ്സ് മരം. നല്ല യൂക്കാലിപ്സിൻ്റെ മണം, നല്ല രസമുണ്ട്. ഈ തല ഇങ്ങനെ വെളിയിലിട്ട് നമ്മൾ ആ കാറ്റ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫ്രഷ്നെസ്സാണ്. എന്ത് കിടിലം വാലിയാണ്. കണ്ണത്തോ ദൂരത്ത് വീടുകൾ. ഈ വീടുകൾ ഇങ്ങനെ ഈ പച്ചപ്പിനിടയിൽ വീടുകൾ ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അത് ക്യാമറയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ മനസ്സിലാവില്ല. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ലോകം ഇങ്ങനെ പുഷ്ടിക്കൊണ്ടിരിക്കുക. നല്ല തണുത്ത കാറ്റ്, അതിനൊക്കെ യൂക്കാലിപ്സിൻ്റെ മണം. അതൊരു വല്ലാത്ത ഫീല് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ കെട്ടി സ്റ്റേഷനിലെത്തി. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്റ്റേഷനാണ്. ഒരു യൂക്കാലിപ്സ് മരങ്ങളുടെ ഒരു വ്യൂവും ഒരു വളവിലൂടെ പോകുന്ന ട്രെയിനും അതൊരു വല്ലാത്ത വ്യൂ തന്നെയാണ്. ഇവിടെയും ആരും ഇറങ്ങുന്നില്ല. പിന്നെ നമുക്ക് സാധാരണ ട്രെയിനിൽ ഇറങ്ങുന്ന പോലെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അവർ പുറത്തുനിന്നാണ് ലോക്ക് ചെയ്യുന്നത്. നമുക്ക് അകത്തുനിന്ന് തുറക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
പ്ലാറ്റ്ഫോമിൻ്റെ രണ്ട് സൈഡും നമ്മൾ നോർമൽ റെയിൽവേയിൽ ഇറങ്ങുന്ന പോലെ ഇറങ്ങാൻ പറ്റില്ല. ഏത് സൈഡാണോ പ്ലാറ്റ്ഫോം അവിടെ അവർ വന്ന് തുറന്നു തരും, എന്നാൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കണ്ടോ, പ്ലാറ്റ്ഫോമിൽ ആരുമില്ല, ആർക്കും ഇറങ്ങാൻ പറ്റില്ല. കെട്ടി ഗ്രാമമാണ് താഴെ കാണുന്നത്. സുഹൃത്തുക്കളെ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. എത്ര ദൂരത്ത് മലനിരകൾ, അതിലെല്ലാം ഇങ്ങനെ ഓരോ കോൺട്രാസ്റ്റ് കളറിൽ നിൽക്കുന്ന വീടുകൾ, അതിനിടയിലൂടെയുള്ള വഴി. വളരെ ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ. ഉദകമണ്ഡലം അഥവാ ഊട്ടി എത്താനിനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ വലിയ നമ്മുടെ ലാസ്റ്റ് ടണലാണത്. നമ്മളിനി ഊട്ടി എത്താൻ അധികം നേരം വേണ്ട, കുറച്ച് ദൂരം കൂടിയുള്ള ഊട്ടിയിലോട്ട്. ആ കാണുന്ന ലേക്ക് ഊട്ടി ബോട്ട് ഹൗസാണ്. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിരിക്കുകയാണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം. നമ്മൾ ട്രെയിൻ അങ്ങനെ ഊട്ടി എത്തി. പണ്ട് ജോജിയുടെ അടുത്തേക്ക് നന്ദിനി തമ്പുരാട്ടി വന്നിറങ്ങിയത് ഈ ഒരു സ്റ്റേഷനിലാണ്. ഇവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ജോജിയുടെയും നന്ദിനി തമ്പുരാട്ടിയുടെയും ഊട്ടിയിലെത്തി. ഓക്കെ, ബൈ, സീ യു. അങ്ങനെ നമ്മൾ ഊട്ടി അഥവാ ഉദകമണ്ഡലം എത്തി. അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് തിരിച്ച് ഊട്ടി ടു കൂനൂർ വരെ പോകും. അപ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ട്രെയിനാണ് മേട്ടുപ്പാളയം ടു ഊട്ടി വന്ന ട്രെയിനാണ്. ഇത് ഇവിടെ നിന്ന് തിരിച്ച് കൂനൂരിലോട്ട് പോകും. ഡീസൽ എഞ്ചിൻ ആയത് കാരണം കൂനൂരിലോട്ട് പോകും. അപ്പോൾ കൂനൂർ ടു ഊട്ടി ഡെയിലി 2 സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കയറാം. കൂനൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് കയറാം, അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് തിരിച്ച് കൂനൂരിലോട്ട് കയറാം. ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇവിടെ. സ്റ്റേഷനിൽ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, കൂനൂരിൽ നിന്ന് ഒരു എക്സ്ട്രാ കോച്ച് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ വന്ന ട്രെയിന് ഊട്ടി ടു കൂനൂർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, അൺടിൽ നെക്സ്റ്റ് ടൈം. അങ്ങനെ നമ്മുടെ ട്രെയിന് പോയി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇടുക. അടുത്ത വ്ളോഗിൽ കാണാം.